ഹരേ കൃഷ്ണ. ഇന്ന് നമുക്കിനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. മൂന്നാമത്തെ ശ്ലോകം. ജ്ഞാനേ പ്രയാസമുദപാസ്യ നമന്ത ഏവ ജീവന്തി സന്മുഖരിതാം ഭവദീയവാർത്താം സ്ഥാനേ സ്ഥിതാ ശ്രുതിഗതാം തനുവാങ്മനോഭിർ യേ പ്രായശോജിതജിതോപ്യസി തൈസ്ത്രിലോക്യാം. നമ്മൾ ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ ബ്രഹ്മാവിൻ്റെ കാഴ്ചപ്പാടിൽ ബ്രഹ്മാവിന് തന്നെ അറിയില്ല ഭഗവാനെ. ആ ഭഗവത് തത്വത്തെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ ബ്രഹ്മാവിന് തന്നെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ളിടത്ത് ആ ബ്രഹ്മാവിൻ്റെ തന്നെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സ്തുതിക്കുന്നത് എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. നമുക്കൊക്കെ ഒരു പക്ഷേ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ആ തത്വത്തെ നമുക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. അത് അത്ഭുതത്തോടെ കേട്ടിരിക്കുവാൻ മാത്രം കഴിയുന്ന അത്രയും ഗഹനമായ തത്വമാണ് ഇവിടെ ബ്രഹ്മാവ് പറയുന്നത്. ബ്രഹ്മാവ് പറയുകയാണ്, ജ്ഞാനേ പ്രയാസമുദപാസ്യ നമന്ത ഏവ. ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ പ്രയാസമുദപാസ്യ, പ്രയാസം ഉദപാസ്യ, രണ്ട് വാക്കുകളാണ് അവിടെ. പ്രയാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രയാസത്തെ, അതിൻ്റെ കഷ്ടപ്പാടിനെ ഒക്കെ, ഉദപാസ്യ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമന്ത നമസ്കരിക്കുക. നമന്ത ഏവ എന്ന് പറഞ്ഞാൽ, ഏവ എന്ന് പറഞ്ഞാൽ അതൊന്ന് തന്നെ, നമന്ത എന്ന് പറഞ്ഞാൽ അതിനെ നമസ്കരിച്ചുകൊണ്ട്. ആരെ എന്നാണ് അടുത്ത പറയുന്നത്? ജീവന്തി സന്മുഖരിതാം. ജീവന്തി, ജീവിക്കുന്നുവോ, സന്മുഖരിതാം, സത്തുക്കളുടെ മുഖത്തിൽ നിന്നും പറയപ്പെട്ടതായിട്ടുള്ള, അത് അഥവാ സത്തുക്കളുടെ തിരുവായ്മൊഴികളായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള, അങ്ങനെ പറയപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഭവദീയ വാർത്താം, അങ്ങയുടെ വാർത്ത എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ചരിത്രത്തെ, ആ ലീലകളെ, സ്ഥാനേ സ്ഥിത, സ്ഥാനേ എന്ന് പറഞ്ഞാൽ സ്ഥാനത്തിൽ, നമ്മളൊക്കെ എവിടെയാണോ ഇരിക്കുന്നത് അതേ സ്വസ്ഥാനത്ത് തന്നെ സ്ഥിതന്മാരായിരുന്നിട്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ, അവിടെ നിന്ന് ഈ ഒന്നിനെ തേടി മറ്റെങ്ങോട്ടും അലയേണ്ടതില്ല. എവിടെയാണോ ഇപ്പോൾ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് തന്നെ ആ ഭഗവത് തത്വത്തെ അറിയാൻ കഴിയുന്നതാണ്. ഇത് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അതിനെന്തേ വേണ്ടു? ജ്ഞാനം തേടി പല ഇടങ്ങളിലേക്കും അലയേണ്ടതില്ല. പകരം നാം ഓരോരുത്തരും എവിടെയാണോ ഇരിക്കുന്നത് ആ സ്വസ്ഥാനത്ത് തന്നെ സ്ഥിതന്മാരായിട്ട് ഉറച്ചിരുന്നിട്ട് സത്തുക്കളുടെ മുഖങ്ങളാൽ പറയപ്പെട്ടിട്ടുള്ള ശ്രുതിഗതാം, ശ്രവണത്തിൽ. ശ്രുതി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ശ്രവിക്കുന്നതിൽ, ഗതാം എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിരിക്കുന്നതായിട്ടുള്ള, അതിലേക്ക് ഇറങ്ങിച്ചെന്നതായിട്ടുള്ള, അവർ പറഞ്ഞിട്ടുള്ള ഭഗവത് കഥകൾ കേട്ട് നന്നായി അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ആസ്വദിച്ച് മനനം ചെയ്ത് ഉൾക്കൊണ്ട് തനു വാങ് മനോഭിര്യേ, തനു വാക് മനോഭിഹി യേ, ഇങ്ങനെ യഹ, ഇങ്ങനെ ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് തനുവാങ് മനോഭിര്യേ. തനു എന്ന് പറഞ്ഞാൽ ശരീരം, വാങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ, മനോഭി മനസ്സ്, യേ എന്ന് പറഞ്ഞാൽ യാതൊരാളാണോ തൻ്റെ ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ടൊക്കെ നമന്ത എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു, നമസ്കരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ മനസ്സും ശരീരവും വാക്കുകളും ഒക്കെയും ഈ ഭഗവത് കഥാശ്രവണത്തിനും ഭഗവാന്റെ ചരിതങ്ങൾ, ലീലകളൊക്കെ സത്തുക്കളാൽ പറയപ്പെട്ടിരിക്കുന്നു. ആ കഥകളെ ശ്രവിക്കുന്നതിനായിക്കൊണ്ട്, ശ്രവിച്ച് അതിനെ ഈ ഓരോ, അതായത് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും ആ ഭഗവാനെ ആസ്വദിച്ചുകൊണ്ട്, ആ
സത്തുക്കൾ പറഞ്ഞു വെച്ചിട്ടുള്ള, സജ്ജനങ്ങൾ മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളതായിട്ടുള്ള ഈ കഥകളെ, ഭഗവാന്റെ ലീലകളെയൊക്കെ സ്വസ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ട് അതിനെ ആസ്വദിക്കുക, കേൾക്കുക, മനനം ചെയ്യുക, അതിൽ നിർവൃതി അടയുക. അത് കേൾക്കെ കേൾക്കെ നമ്മളറിയാതെ ഈ മൂന്ന് കൊണ്ടും, ശരീരവും മനസ്സും വാക്കും കൊണ്ടും ഭഗവാനെ അറിയാതെ നമ്മൾ നമസ്കരിച്ചു പോകും. അങ്ങനെ ആരാണോ ചെയ്യുന്നത്, ആരാണോ അങ്ങനെ ജീവിക്കുന്നത്, ജീവന്തി ആരാണോ അങ്ങനെ ജീവിക്കുന്നത്, പ്രായശോജിത, പ്രായശഃ അജിത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രായശോജിത. പ്രായശ എന്ന് പറഞ്ഞാൽ മിക്കവാറും എന്നുള്ള അർത്ഥത്തിൽ. അജിത എന്ന് പറഞ്ഞാൽ ആരാലും ജയിക്കപ്പെടുവാൻ കഴിയാത്തതായിട്ടുള്ള, അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ അവിടുന്ന് തൈസ്ത്രിലോക്യം, തൈ എന്ന് പറഞ്ഞാൽ അവരാൽ, ആരാൽ, ത്രിലോക്യാം, ത്രിലോകിയിൽ എന്ന് പറഞ്ഞാൽ അതിന് മുൻപൊരു വാക്കുണ്ട് ജിതോപ്യസി, ജിതഹ അപി അസി. ജിതഹ എന്ന് പറഞ്ഞാൽ, ജിതഹ അപി എന്ന് പറഞ്ഞാൽ ജയിക്കപ്പെട്ടവനായിട്ട്, അസി ഭവിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് ലോകങ്ങളിലും വെച്ചിട്ട് ഭഗവാനെ, അവിടുത്തെ തത്വത്തെ നമ്മുടെ പൂർവ്വസൂരികളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഭഗവാന്റെ ആ ലീലകളിലൂടെ, ആ ലീലകൾ ശ്രവിക്കുന്നതിലൂടെ, ശ്രവണം എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചഭൂതങ്ങൾ, പഞ്ച ഇന്ദ്രിയങ്ങളും അതിലേക്ക് ലയിച്ചു ചേർന്നുള്ള ശ്രവണമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാതുകളിലൂടെയും കണ്ണുകളിലൂടെയും എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ അനുഭവിക്കുന്നത് ആ ഒന്ന് മാത്രമാകണം. ആ കഥകൾ, ഭഗവാന്റെ ലീലകൾ, അതെല്ലാ ഇന്ദ്രിയങ്ങളിലൂടെ, അതായത് മറ്റുള്ള ഇന്ദ്രിയങ്ങൾ, നമ്മൾ ഇത് കേൾക്കുമ്പോൾ മറ്റുള്ള ഇന്ദ്രിയങ്ങൾ ബാഹ്യ വിഷയങ്ങളിലേക്ക് പോകുവാൻ വിടാതെ പൂർണ്ണമായും അതിൽ ലയിച്ചിരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുവാൻ കഴിഞ്ഞാൽ, എത്രയോ നല്ല നല്ല ആചാര്യന്മാർ, എത്രയോ നല്ല നല്ല ഗുരുക്കന്മാർ ഭഗവാന്റെ കൃപ കൊണ്ട് ഇന്ന് ഈ കലികാലത്തിലും നമുക്കുണ്ട്. അവരുടെ വാക്കുകളെ മനസ്സിരുത്തി കേൾക്കുവാൻ കഴിഞ്ഞാൽ, ഒന്ന് കണ്ണടച്ചിരുന്ന് കേട്ടു നോക്കൂ, ബാക്കിയെല്ലാം മറന്ന് നമ്മൾ ആ ഒന്നിനെ മാത്രം ആസ്വദിക്കുവാൻ കഴിഞ്ഞാൽ അവിടെ വർത്തിക്കുന്നത് ഒരൊറ്റ ഇന്ദ്രിയമായിട്ട് മാറും. എന്തേയുള്ളൂ? കാതുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി കണ്ണുകൾ അടച്ചു വെച്ചിരിക്കുന്നു. ബാക്കിയുള്ളതിലൊന്നും ഭൗതികമായ അല്ലെങ്കിൽ ബാഹ്യമായ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ വിടാതെ കാതുകളിലൂടെ ഉള്ളിലേക്കെടുക്കുന്ന ഈ ഭഗവത് കഥയിലേക്ക് നമ്മളെ പൂർണ്ണമായും ലയിപ്പിച്ച് ചേർക്കുവാൻ കഴിഞ്ഞാൽ, ഭഗവാനെ ഈ ഒരു തത്വത്തെ, ഈ ഒരു അറിവിനെ തേടി പലയിടങ്ങളിലേക്ക് പോകേണ്ടതില്ല. നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് തന്നെ ആ തത്വത്തെ, നമുക്ക് ആ ആനന്ദത്തെ അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെ ആർക്കാണോ കഴിയുന്നത്, അങ്ങനെയുള്ള അവർക്ക് ഭഗവാനെ ആരാലും ജയിക്കപ്പെടുവാനാകാത്തതായിട്ടുള്ളവനാണ് അവിടുന്ന്. അവിടുന്ന് അജിതനാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ ഇങ്ങനെ ഭഗവത് കഥാശ്രവണത്തിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന, ഭഗവാനെ അനുഭവിക്കുവാൻ കഴിയുന്നവർ, അവർ ഭഗവാനെ കൂടി ജയിച്ചവരായി മാറുന്നു. ഇവിടെ അത് പറയുമ്പോൾ ഒട്ടും അതിശയോക്തി കലർത്താതെ തന്നെ ഇതിനെ സ്ഥാപിക്കുന്ന ഒരു പ്രമാണം ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. അംബരീഷ ചരിതം. ആ അംബരീഷ മഹാരാജാവിന് എല്ലാ ഇന്ദ്രിയങ്ങളും തുറന്നു തന്നെയായിരുന്നിരുന്ന ബാഹ്യപ്രപഞ്ചത്തിലേക്ക്. പക്ഷെ ഈ ബാഹ്യലോകത്തിലേക്ക് തുറന്നിരിക്കുമ്പോഴും ഈ 5 ഇന്ദ്രിയങ്ങളും അതുപോലെ ശരീരവും മനസ്സുമൊക്കെ താൻ ഒരു രാജാവായതുകൊണ്ട് തന്നെ യാന്ത്രികമായി എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും എല്ലാം കൂടിച്ചേർന്ന് മനസ്സിലൂടെ സദാ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന, സദാ വിചാരം ചെയ്തുകൊണ്ടിരുന്ന, സദാ ലയിച്ചു ചേർന്നിരുന്നത് ഭഗവാനെ അവിടുന്ന് ഒന്നിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ദുർവാസാവ് മഹർഷിയുടെ കോപത്തെ പോലും അടക്കുവാൻ ഭഗവാനെ അവിടുന്ന് അംബരീഷ മഹാരാജാവിന് എങ്ങനെയാണ്
അവിടുത്തെ തന്നെ ജയിച്ചവനാക്കി തീർത്തത് എന്ന് നമുക്ക് ആ കഥയിൽ നമുക്ക് കാണാം. എല്ലായിടവും ഓടിത്തളർന്ന ദുർവാസാവ് മഹർഷി ഒടുവിൽ വൈകുണ്ഠ ലോകത്തിലെത്തി ഭഗവാനോട് അപേക്ഷിക്കുന്നുണ്ട്. തൻ്റെ തന്നെ സൃഷ്ടിയായിട്ടുള്ള ആ ഒരു ദുർശക്തിയിൽ നിന്നും തന്നെ രക്ഷിക്കുന്നതിന്, തന്നെയല്ല തൻ്റെ ആ ഒരു പാപകർമ്മത്തിൻ്റെ ഫലമായി തൻ്റെ പിന്നാലെ പാഞ്ഞെടുക്കുന്ന സുദർശന ചക്രത്തിൽ നിന്നും തനിക്ക് രക്ഷ നേടുന്നതിന് ഭഗവാനെ ആശ്രയിച്ചപ്പോൾ ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, എനിക്ക്, അല്ലയോ ദുർവാസാവ് മഹർഷി, എനിക്ക് അങ്ങയെ രക്ഷിക്കുവാൻ കഴിയില്ല ഇപ്പോൾ. കാരണം എന്താ? അപ്പോഴും ദുർവാസാവ് മഹർഷി വിചാരിച്ചത് സുദർശന ചക്രം ഭഗവാന്റെ കൈകളിലേതാണ്, ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് വർത്തിക്കുന്നതാണല്ലോ, അവിടെ ഭഗവാന് രക്ഷിക്കാൻ കഴിയും. കൈലാസത്തിൽ നിന്നും ബ്രഹ്മലോകത്തിൽ നിന്നും മടങ്ങിപ്പോരുമ്പോൾ അവരൊക്കെ തന്നെയാണ് ബ്രഹ്മാവും, സാക്ഷാൽ ബ്രഹ്മാവും പരമശിവനും തന്നെയാണ് എങ്ങോട്ടേക്ക്? വൈകുണ്ഠലോകത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അവിടെ എത്തിയപ്പോൾ ഇനിയും തനിക്ക് രക്ഷയായി എന്ന് ഉറപ്പിച്ച ദുർവാസാവ് മഹർഷിയോട് പറയുന്നുണ്ട്, അഹം ഭക്തപരാധീന, ഞാൻ ഭക്തന് പരാധീനനാണ്, എനിക്ക് ശക്തിയില്ല. എൻ്റെ ഭക്തനായ അംബരീഷ മഹാരാജാവ് വിചാരിച്ചാലേ, അല്ലയോ ദുർവാസാവ് മഹർഷിയെ, അങ്ങയെ രക്ഷിക്കുവാൻ കഴിയൂ. ഇവിടെ ഭഗവാനെ ജയിച്ചതല്ല, ഭഗവാൻ അത്രമാത്രം, ഇവിടെ കുറച്ച് ആലങ്കാരികമായി, അല്ലെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിൻ്റെ ഭാഷയിൽ ഭഗവാനെയും ജയിച്ചത് എന്ന് പറയുമ്പോൾ അംബരീഷ മഹാരാജാവിന് ഒരിക്കലും ഭഗവാനെ ജയിച്ചു എന്നുള്ള തോന്നലല്ല, പക്ഷേ ഭഗവാൻ അപ്പോഴും തൻ്റെ ഭക്തൻ്റെ സേവയ്ക്കായിക്കൊണ്ട് നിലകൊള്ളുന്നവനായി ഭവിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയാണ്, അങ്ങനെയുള്ളവർ ഈ 3 ലോകങ്ങളിലും യാതൊരാൾക്കാണോ അതിന് കഴിയുന്നത്, പൂർവ്വസൂരികൾ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഭഗവാന്റെ ലീലകളിലേക്ക് മനസ്സിനെ സദാ ചേർത്ത് വെച്ച് നമ്മളൊക്കെ ലൗകികന്മാരായിട്ടുള്ളവർക്ക് പൊതുവെ ബാഹ്യമായ വിഷയങ്ങളിലേക്ക് നമ്മളെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള ഇന്ദ്രിയങ്ങളെ ഭൗതിക ലോകത്തിൽ നിന്നും അല്ലെങ്കിൽ ബാഹ്യ ലോകത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് കണ്ണുകൾ അടച്ച് ഏറ്റവും കൂടുതൽ നമ്മളെ പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ തുറന്നിരിക്കുന്ന കണ്ണുകളാണ്. നമ്മൾ കാണുന്ന കാഴ്ചകളാണ് പലപ്പോഴും അതിൻ്റെ പിന്നാലെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഗന്ധത്തിലൂടെ മൂക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും വർത്തിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കാതുകളിലൂടെ കേൾക്കുന്നത് മുഴുവൻ ഈ ഭഗവാന്റെ കഥകളും ഭഗവാന്റെ ചരിതങ്ങളും ആകുമ്പോൾ നമ്മൾ അറിയാതെ ഇതെല്ലാം ഒരൊറ്റ പോയിന്റിൽ വന്നിട്ട് കേന്ദ്രീകൃതമാകും. എവിടെയാണ്? മനസ്സിലൂടെ ഇത് നമ്മുടെ ഉള്ളിലേക്ക് അമൃതധാരയായി വർഷിച്ചിറങ്ങും. അവിടെ പിന്നെ ആ സാന്ദ്രാനന്ദ അനുഭവമല്ലാതെ മറ്റൊന്നുണ്ടാകില്ല. ഇത് ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നു എന്നിരിക്കട്ടെ, ആ ഒരു നിമിഷം അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയാൽ, ഇവിടെ ബ്രഹ്മാവ് പറയാണ്, അങ്ങനെയുള്ള ഒരു 3 ലോകങ്ങളിലും വെച്ച് ഭഗവാനെ തന്നെ ജയിച്ചവനാണ്. ആരാലും ജയിക്കുവാൻ കഴിയാത്ത ഭഗവാനെ ജയിക്കുവാൻ, ഭഗവാനെ അറിവിൻ്റെ ശേഖരം തേടി പലയിടങ്ങളിലേക്ക് അലയേണ്ടതില്ല. ബ്രഹ്മാവ് നമ്മളോട് പറയുന്നു, ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് കേട്ടോളൂ, ഭഗവാന്റെ കഥകൾ ധാരാളം കേട്ടോളൂ. അതൊന്നിലൂടെ തന്നെ നമുക്ക് ഭഗവാനെ അനുഭവിക്കുവാൻ കഴിയും. ഈ ഭഗവത് തത്വത്തെ അറിയുവാൻ നമ്മൾ ജ്ഞാനമാർഗത്തിലൂടെയാണ് സഞ്ചാരം ചെയ്യുന്നതെങ്കിൽ ധാരാളം അധ്വാനിക്കേണ്ടതായിട്ട് വരും. ധാരാളം കഷ്ടപ്പാടുകൾ സഹിച്ചു മാത്രമേ ജ്ഞാനമാർഗത്തിലൂടെ മുന്നേറുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ പറയുകയാണ്, ഒന്നും വേണ്ട, ഒരു കഷ്ടപ്പാടും ഇല്ലാതെ തന്നെ, ഒരു പ്രയാസവും കൂടാതെ അതെല്ലാം ഉപേക്ഷിച്ചോളൂ എന്നാണ് പറഞ്ഞത്. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ഒന്നിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, ഭക്തിയോടുകൂടി ഭഗവത് കഥകൾ കേൾക്കുവാൻ കഴിഞ്ഞാൽ, കണ്ണുകളെ ഈറനണിയിച്ച് ആ സ്വരൂപത്തിൻ്റെ, ആ ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ ലീലകളിൽ ആനന്ദം അനുഭവിക്കുവാൻ കഴിഞ്ഞാൽ, ഭഗവാനെ അങ്ങനെയുള്ളവരാണ് 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും സുകൃതം ചെയ്തവർ, പുണ്യാത്മാക്കൾ എന്ന് ബ്രഹ്മാവ് പറയുന്നു. ഇവിടെ
ഭക്തിയോഗത്തിൻ്റെ ഒരു മഹത്വവും കൂടിയാണ്. ജ്ഞാനയോഗത്തേക്കാൾ എത്രയോ എളുപ്പമാണ് ഭക്തിയോഗത്തിലൂടെ ഭഗവാനെ നേടുവാൻ, അനുഭവിക്കുവാൻ എന്നാണ് ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജ്ഞാനേ പ്രയാസമുദപാസ്യ നമന്തയേവ ജീവന്തി സന്മുഖരിതാം ഭവദീയ വാർത്താം സ്ഥാനേ സ്ഥിതാ ശ്രുതിഗതാം തനുവാങ്മനോഭിര്യേ പ്രായശോജിത ജിതോപ്യസി തൈസ്ത്രിലോക്യാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ജ്ഞാനേ പ്രയാസമുദപാസ്യ, പ്രയാസം ഉദപാസ്യാണ്. അവിടെ മായുടെ ഉകാരം ശ്രദ്ധിക്കുക. അതുപോലെ സ്ഥിതാ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. പിന്നെ അടുത്ത് തനുവാങ്മനോഭിര്യേ, അവിടെ അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക. തനുവാക് മനോഭി യേ ആണ്, പക്ഷെ ചേർത്ത് വായിക്കുക രേ എന്നായി പോകും. രാ രേ എന്നായി പോകും. ആര്യേ എന്നൊക്കെ പറയും പോലെ തനുവാങ് മനോഭിര്യേ. അതുപോലെ പ്രായശോജിത, അവിടെ വിശ്ലേഷണമുണ്ട്, ഒകാരം നീട്ടിയെടുക്കുക. ജിതോപ്യസി, അവിടെയും വിശ്ലേഷണമുണ്ട്, അവിടെ ഒകാരം നീട്ടിയെടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.